എല്ലാ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും വൈറലാകുന്ന ഒരു ട്രോൾ മീമുണ്ട്. അത് പാപ്പിയപ്പച്ച സിനിമയിൽ ദിലീപ് കിടക്കുന്ന ഒരു കിടത്തയാണ്, സോഫയിൽ കിടക്കുന്ന ഒരു കിടത്ത. പണ്ടത്തെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം UDF ആണ് അത് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ CPM-കാർ അത് ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു CPM-കാരൻ എന്ന നിലയിൽ ആദ്യം തന്നെ നമുക്ക് കെവിൻ കെനഡിയിലേക്ക് പോകാം. CPM-കാരനാണെന്നുള്ള ലെവലിൽ ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, CPM പൊളിറ്റിക്സ് പറയുന്ന ഒരു വ്യക്തി. അതെ, എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയുന്നത്? കൃത്യമായി പറഞ്ഞാൽ സാമ്പ്രദായിനി അവസ്ഥ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ ചെറിയൊരു തിരുത്തുണ്ട്. അതായത് CPM-കാരനെന്നോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകനെന്നോ അല്ല, ഇന്നലെ വരെ CPM-ന് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും CPM അധികാരത്തിൽ വന്നിരിക്കും എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഒരിക്കലുമല്ല. ഒരു റിസൾട്ട് വരുമ്പോൾ എന്താണ് അല്ല, തീർച്ചയായിട്ടും ഇന്ന് ഒരു തിരിച്ചടി ഉണ്ടായത്, ഇപ്പൊ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യത്തിൽ തിരിച്ചടി ഉണ്ടായത്. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു പൊളിറ്റിക്കൽ വോട്ടുകളിൽ ഇപ്പോഴും വിള്ളൽ വീണിട്ടില്ല എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. വിള്ളൽ വീണിട്ടില്ല എന്ന് ഉദ്ദേശിക്കുന്ന 7-7 എന്നുള്ള ഒരു ലെവലിനെയാണ് താങ്കൾ വിള്ളൽ വീണിട്ടില്ല എന്ന് ഉദ്ദേശിക്കുന്നത്. അടിത്തറ ഇളകിയിട്ടില്ല. അങ്ങനെയാണ്. ഇളകാത്ത അടിത്തറ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അത് 11-3 11-2 അവിടെ നിന്ന് UDF ഇവിടെ വരെ എത്തിയതിനെ എങ്ങനെ വിലയിരുത്തുന്നു? അതിനുള്ള മറുപടി കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് പറഞ്ഞു കഴിഞ്ഞായിരുന്നു. EVM മെഷീനിലുള്ള ചില തിരുത്തലുകളൊക്കെയാണ് ഈ ഒരു വിജയത്തിന് UDF-ന് അങ്ങനെയൊക്കെ സൈബർ ഹാൻഡിലുകൾ പറയുന്നു. അങ്ങനൊന്നുമില്ല. അത് കൃത്യമായി ജനങ്ങൾ, അതായത് നേരത്തെ നമ്മൾ ചർച്ചയിൽ ഒരു സുഹൃത്ത് സംസാരിക്കുന്ന പോലെ അർബൻ കേന്ദ്രീകൃതമായി അല്ല, മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ലല്ലോ, നഗര കേന്ദ്രീകൃതമായിട്ടുള്ള വികസനങ്ങളിൽ LDF സർക്കാർ ഊന്നൽ നൽകിയപ്പോൾ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അടിത്തട്ടിലേക്കുള്ള വികസനങ്ങളിൽ LDF-ന് എന്താണ് അല്ലെങ്കിൽ CPM-ന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നുള്ള വിലയിൽ. അപ്പോൾ അർബൻ കേന്ദ്രീകൃത പ്രചാരണത്തിലാണോ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭദ്രമായി BJP-യുടെ കയ്യിൽ കൊടുത്തത്? അത് കൃത്യമായി എന്താണെന്ന് പഠിക്കേണ്ടതുണ്ട്. അതായത് CPM-ന് എവിടെയാണ് പിഴച്ചതെന്ന് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ എന്നെയൊക്കെ അത് അത്ഭുതപ്പെടുത്തിയ, പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരുന്നത് 2ാം സ്ഥാനത്തേക്ക് BJP എത്തുമെന്ന് ഇന്നലെ വൈകുന്നേരം വരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഏത് ഘട്ടത്തിലാണ് CPM-ന് പാളിയത്, സംഘടനാപരമായി എവിടെയാണ് പാളിയത് എന്നുള്ളത് കൃത്യമായി പഠന വിധേയമാക്കണം. കോൺഗ്രസ് അതെ, കെവിൻ ഈ പഠന വിധേയമാക്കണമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരുന്ന MM മണിയാണ് അല്ലേ ഹർഷ? MM മണി പറയുകയാണ് ഭരണവിരുദ്ധ വികാരമില്ല, ഞാൻ പഠിച്ചിട്ട് പറയാമെന്ന്. തന്നെ വേറെ ചില നേതാക്കൾ, എനിക്ക് തോന്നുന്നു MP ഗോവിന്ദ് ആണെന്ന് തോന്നുന്നു, പറയുന്നുണ്ട് ശബരിമല വിഷയം ഇതിനകത്ത് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇനി പരിശോധിക്കേണ്ടിയിരിക്കും. പക്ഷെ ബാധിക്കാത്തത് മാങ്കൂട്ടത്തിൽ വിഷയമാണെന്ന് ഞാൻ പറഞ്ഞാൽ അല്ല, അങ്ങനെ ഇപ്പോൾ എല്ലാ ഘടകങ്ങളും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 മുന്നണിയുടെ വിഷയങ്ങളും ചർച്ചകളായിട്ടുണ്ടോ? ശബരിമല വിഷയം ചർച്ചയായിട്ടുണ്ടോ എന്ന് LDF പരിശോധിക്കണം. അതേപോലെ രാഹുൽ മാങ്കൂട്ടം വിഷയം ഉണ്ടോ എന്നുള്ള കാര്യം KPCC പ്രസിഡന്റ് തള്ളി പറഞ്ഞാൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അല്ല, ഇനിയിപ്പോൾ അത് പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ വിജയം കൈവരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പാലക്കാട് ബാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ബാധിച്ചിട്ടുള്ള ഒരാളുണ്ട്. ഞാൻ തോറ്റിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം, എനിക്കറിയില്ല, പുള്ളി ഒരു മാൻഡ്രേക്കാണ്. പുള്ളിക്ക് ചുറ്റുമുള്ളവർ വീണാലും പുള്ളി വീടില്ല. 4 കാലിൽ വീഴുന്നപ്പോൾ നമ്മൾ രാഹുൽ ഈശ്വറിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വെറുതെ വല്ലവനും ഗർഭമുണ്ടാക്കുന്നു, താൻ പോയി ജയിലിൽ കിടക്കുന്നു, ആ ഒരു അവസ്ഥയിലേക്ക് പോവാണ് ഇപ്പോ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ പോകുന്നത്. അതൊക്കെ അങ്ങനെ ഫെനീൻ തോറ്റിരിക്കുന്നു. മാങ്കൂട്ടം വിഷയം ബാധിച്ചിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം സഹചാരിയായിട്ടുള്ള റെനോ പി രാജൻ ജയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ മറ്റൊരു തരത്തിൽ എന്നെ വലിയ രീതിയിൽ ഇത് ഞെട്ടിച്ചൊരു കാര്യം, കൊല്ലം കോർപ്പറേഷൻ CPM-ന്റെ കയ്യിൽ നിന്ന് പോയത് വല്ലാത്ത ഒരു ഉലച്ചിൽ എല്ലാ ഘടകങ്ങളിലും. കഴിഞ്ഞ നമ്മുടെ ചർച്ചകളിലെല്ലാം കെവിൻ പറയുകയാണ് ചെഞ്ചുകപ്പാണ് കൊല്ലം. അതുപോലെ തന്നെ 3-3, അതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല. ഏറ്റവും അവസാന ഘട്ടം പോലും 3-3 എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കാൻ കാണിക്കുന്ന അത് CPM-കാരുടെ തൊൽക്കെട്ടി അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ്. എന്നാൽ കോഴിക്കോടിനെ പറ്റി ഞാൻ 2 അക്ഷരം പറഞ്ഞോട്ടെ. കോഴിക്കോട് ഈ പറയുന്നത് പോലെ 48 കൊല്ലമായി ചെഞ്ചുകപ്പ് മണ്ണാണ്, ചെങ്കോട്ടയാണ് എന്ന് പറയുമ്പോഴും സീറ്റ് നില താഴെ പോകുന്നത് നമ്മൾ ഇന്ന് കണ്ടു. അതുപോലെ തന്നെ തൃശ്ശൂരിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വ്യക്തമായി പറഞ്ഞു UDF നല്ല മുന്നേറ്റം നടത്തും, കോൺഗ്രസ് വരുമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറയാണ് BJP മുന്നേറ്റം നടത്തിയാലും LDF-ന് നല്ല വേരോട്ടം ഉണ്ടാകും. 3-3 എന്നൊരു ആ ഒരു റേഷ്യോ പറഞ്ഞിരുന്നല്ലോ, അല്ലെങ്കിൽ ആ ഒരു കണക്ക് പറഞ്ഞല്ലോ. ഈ 3
എന്ന് ഉദ്ദേശിച്ചത് ഏതൊക്കെയായിരുന്നു എന്നൊന്ന് പറയാമോ? ഇന്നലെ പറഞ്ഞ ആ ഒരു ഇന്നലെ ഞാൻ ഉദ്ദേശിച്ചത്, ഇന്നലെ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ഈ 3 കോർപ്പറേഷനുകൾ നമ്മൾ ഒരു വലിയ അട്ടിമറി പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അത് പറഞ്ഞു. പക്ഷെ എപ്പോഴും നമ്മൾ ഉറച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, കൊച്ചി കോർപ്പറേഷൻ നമുക്ക് എല്ലാവർക്കും ഒരു സ്വരമായിരുന്നു. നമ്മളെല്ലാവരും ഒരേ സ്വരത്തിലാണ്. ഇവിടെ വേറെ എതിരഭിപ്രായങ്ങളൊന്നുമില്ലായിരുന്നു. കൊച്ചി കോർപ്പറേഷൻ UDF കിട്ടുമെന്നുള്ളത് ഒരു തൃശ്ശൂരിന്റെ കാര്യത്തിൽ നമ്മൾ മെനങ്ങാനെടുത്ത ചർച്ചയിലാണോ, 2 ദിവസം മുമ്പ് എടുത്ത ചർച്ചയിലും ഇതേപോലെ പറഞ്ഞിരുന്നു തൃശ്ശൂർ കിട്ടുമെന്നുള്ള നിലപാടിനോട് ഞാൻ യോജിച്ചു. LDF അവസാനം യോജിക്കേണ്ടി വന്നതാണ്. പല ഘട്ടങ്ങളിലും ഇല്ല LDF വരുമെന്ന് പറഞ്ഞെങ്കിലും അവസാനം യോജിക്കേണ്ടി വന്നതാണ്. അതേപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്വതന്ത്ര മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടെയാണ്. ഇപ്പൊ പത്തനംതിട്ടയിലൊക്കെ നോക്കിയാൽ ശ്രീനാദേവി കുഞ്ഞമ്മയൊക്കെ ഇപ്പോ CPM വിട്ട് കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന് ജയിച്ചിപ്പോൾ റീകൗണ്ടിങ്ങിലൂടെ ജയിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ വളരെ വലിയൊരു മുന്നേറ്റം തന്നെ UDF കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പക്ഷേ അപ്പോഴും അവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഈ LDF സംബന്ധിച്ച് CPM സംബന്ധിച്ച് ഇത് പഠിച്ച് തിരിച്ചു വരാനായിട്ട് വളരെ കുറച്ച് മാസങ്ങൾ, 2 ദിവസം മുമ്പ് ഇവിടെ പറഞ്ഞു 3 മാസം മതി രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരാൻ. അത്രയും സമയമൊന്നും വേണ്ടെന്നേ CPM തിരിച്ചു വരാൻ. ആ ഒരു ഘട്ടത്തിൽ ഇത് അപ്പോൾ താങ്കൾ പറയുന്നത് നിയമസഭയിൽ വീണ്ടും ഇടതുപക്ഷം വരുമെന്നും പിണറായി 3.0 വരുമെന്നുമാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്? അങ്ങനല്ല, അത് അങ്ങനെയാണ് ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് താങ്കൾ പറയുന്ന പോലെയുള്ള ഒരു മുന്നേറ്റം ജില്ലാ പഞ്ചായത്തിൽ LDF നടത്തിയിട്ടില്ല. അടിത്തറ നഷ്ടമല്ല, പൊളിറ്റിക്കൽ 11 നിന്ന് നേരെ 7 കൂപ്പുകുത്തിയതിനെ അടിത്തറ നഷ്ടമായിട്ടില്ല എന്ന് എങ്ങനെയാണ് ഇപ്പോഴും പറയാൻ സാധിക്കുന്നത്? 7 ഡിവിഷനിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അടിത്തറ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അടിത്തറ നഷ്ടമായി 11 എന്ന ശക്തമായ അടിത്തറയിൽ നിന്ന് 7 കൂപ്പുകുത്തുന്നത് ഒരു തകർച്ച തന്നെയാണ്. അംഗീകരിക്കൂ സുഹൃത്തെ. എത്രയായിരുന്നു? 3 2 എത്തിക്കഴിഞ്ഞാൽ അത് അടിത്തറ ഇല്ലാതായി. അല്ല, പക്ഷേ ഈ പറയുന്ന നിയമസഭയിലും ഈ തദ്ദേശത്തിൽ അല്ല, ഒരുപക്ഷെ തദ്ദേശത്തിൽ കണ്ട ഒരു പരാജയം തന്നെ നിയമസഭയിലും LDF നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും പറയാൻ പോകുന്നത്? അല്ല, തീർച്ചയായിട്ടും ഞാനും മേഘയൊക്കെ അടങ്ങുന്ന ഒരു തലമുറ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുവന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെയാണ്. ഞാനൊക്കെ ഒരുപാട് നേതാക്കന്മാരെ അടുത്തറിയാൻ ശ്രമിച്ചത് ഇടതുപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന നിലയിലാണ്. പക്ഷേ ഇപ്പോഴത്തെ ഭരണപക്ഷത്തുള്ള CPM നേതാക്കൾ അവരുടെ കോർ എന്താണെന്ന് പുതിയ തലമുറയ്ക്കും ആളുകൾക്കും അറിയണമെങ്കിൽ അവർ പ്രതിപക്ഷത്തേക്ക് വീണ്ടും എത്തണമെന്നൊരു ആഗ്രഹം എത്തട്ടെ. അവർ ജനം അതാണ് വിധിക്കുന്നതെങ്കിൽ എത്തട്ടെ. പക്ഷേ അതെ, തീർച്ചയായും നമ്മൾ കേരളത്തിൽ എന്തുകൊണ്ടും നല്ലൊരു പ്രതിപക്ഷം വേണം. ഭരണത്ത് UDF ഇരിക്കട്ടെ, പ്രതിപക്ഷത്തെ മെച്ചപ്പെടുത്താനുള്ള അടുത്ത പരിപാടികളിലേക്ക് ഇടതുപക്ഷം മുന്നേറിയെന്ന് വേണ്ട ഇതിൽ നിന്ന് മനസ്സിലാക്കി. 9.5 വർഷം കൊണ്ട് ഭരണപക്ഷത്തിരുന്നവരുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചുനാൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് കഴിവുകൾ ഇങ്ങനെ തെളിയിച്ച് പുറത്തേക്ക് വരാം. ഈ മാർക്ക് യുവർ വേർഡ്സ് എന്ന് ഞാൻ പറയും. ഇത് രണ്ടും നിങ്ങൾ എഴുതി വെച്ചു. ഇതിനു മുൻപ് പല ചർച്ചകളിലും ഇത്തരത്തിൽ തദ്ദേശവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഹർഷ ഈ പറഞ്ഞത് എഴുതി വെച്ചോളൂ, തദ്ദേശത്തിന് റിസൾട്ട് വരുമ്പോൾ ഞാൻ ഇതൊക്കെ മറുപടി പറയും. നമ്മളിതിപ്പോ ഇവിടെ ഇരുന്ന് മറ്റേ കാണിപ്പയ്യൂരി എന്നുള്ള ഗണിച്ച് പറയുകയല്ലോ പൊളിറ്റിക്കൽ. തീർച്ചയായും നമുക്കിത് ഒരിക്കലും ഗണിച്ച് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് അട്ടിമറികൾ നടന്നിട്ടുണ്ട്, ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ആദ്യമായിരുന്നു. BJP തിരുവനന്തപുരം പിടിച്ചില്ല, മേഘയുടെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. ഒരു കണ്ണൂര് ഒരു സമാന്തരമായ കാര്യം പറഞ്ഞുതരാം. BJPയുടെ പൊളിറ്റിക്സ് എതിർക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ സുഹൃത്തുക്കളായാലും നമ്മളെ മറ്റുള്ളവരൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളെല്ലാ പൊളിറ്റിക്സിനെ അംഗീകരിക്കുന്നതാണ്. തിരുവനന്തപുരത്തുള്ള ഒരു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ച സാഹചര്യത്തിൽ എന്താ പറഞ്ഞത്, നീയൊക്കെ കൂടെ കൊണ്ടുവന്ന് വോട്ട് തൃശ്ശൂരുകാരുടെ മുഖത്ത്. അതെ, ഇനി തൃശ്ശൂരിൽ നിന്ന് മറ്റു ജില്ലകളിൽ നിന്ന് വിളിച്ച്. പക്ഷേ എന്റെ വോട്ട് അർബൻ വോട്ടല്ല, ഞങ്ങൾ അല്ല. ഇനിയിപ്പോ മനസ്സിലാക്കാം, ഇനിയിപ്പോ മേഘയൊക്കെ കണ്ണൂരിന്റെ സുഹൃത്ത് വിളിച്ച് ചോദിക്കുകയാണ് എവിടെയാണ് വോട്ടെന്ന് പറയുമ്പോ മേഘ പറയാൻ പോകുന്നത് അറിയാമോ? പാറശാലക്കടുത്ത് തമിഴ്നാട് ബോർഡർ. അല്ലെങ്കിൽ നമ്മൾ കോർപ്പറേഷനല്ല, നമ്മൾ മുനിസിപ്പാലിറ്റിയാണ്, വാർഡാണ്, ഈ ന്യായീകരണമാണ്. എന്താണ് സ്റ്റാമ്പ് ചെയ്യപ്പെടുന്നത്? എന്താണ് തിരുവനന്തപുരം എന്നാണ്. ഇത്രയും നേരം ഇവിടെ നിന്ന് പറയുന്നുണ്ട് ശശി തരൂരിനെ രക്ഷിച്ച പോലെ കോസ്റ്റലോട്ട് വരുമ്പോ എങ്ങനെയെങ്കിലും CPM എല്ലാ തെരഞ്ഞെടുപ്പിനും അത് ഹർഷ തിരുവനന്തപുരത്തുകാർക്ക് മനസ്സിലാവും. എല്ലാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ വരുന്ന ട്രോളുകൾ ഇങ്ങനെയാണ്. എടാ ശശി തരൂരിനെ ജയിപ്പിക്കാൻ ടൈമായോ, ദേ വരുന്നു കോസ്റ്റൽ വോട്ട്. ഇത് നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് ഒരിക്കലും രാഷ്ട്രീയം അറിയാത്ത ആൾക്കാർക്ക് പോലും അറിയുന്ന ഒരു കാര്യമാണ്. കോസ്റ്റൽ വോട്ടുകൾ എല്ലാ കാലത്തും UDF തുണച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ക്യാബിനറ്റ് നിങ്ങൾ സംസാരിക്കുകയാണ്. എത്രയായി BJPയുടെ ലീഡ്? എത്രയായി? 50. കുഴപ്പമില്ല, കോസ്റ്റൽ എണ്ണിയിട്ടില്ലല്ലോ. എണ്ണി കഴിയുമ്പോഴും വലിയ വ്യത്യാസമൊന്നും ഇല്ല. കോസ്റ്റലും ഇല്ല, അർബണും ഇല്ല, നാടനും ഇല്ല, മോഡേണും ഇല്ലാത്ത അവസ്ഥയിൽ BJP, അതായത് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള അധ്യക്ഷനായിട്ടുള്ള BJP
ഇപ്പോൾ മോദി ഉൾപ്പെടെ പ്രശംസ നൽകിയിരിക്കുന്നു. ഇനി പ്രധാനമന്ത്രിക്ക് വരാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരത്ത്. പറയട്ടെ മേഘ, ഇത് പറഞ്ഞാൽ ബ്ലണ്ടറാണെന്ന് പറയരുത്, പൊളിറ്റിക്കൽ നിരീക്ഷകർ പറയുന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്ത്യ സഖ്യം ഭരിക്കും. അപ്പോൾ കേരളത്തിൽ UDF LDF എന്ത് പറയും? നമ്മൾ തമ്മിലാണ് മത്സരം, പക്ഷെ തിരുവനന്തപുരത്ത് ഞങ്ങൾ ഒരുമിച്ച് മത്സരിക്കും. തിരുവനന്തപുരത്ത് ഇന്ത്യ സഖ്യം ഭരിക്കും. LDF പിന്തുണ കൊടുത്തുകൊണ്ട് LDF മേയർ സ്ഥാനാർത്ഥി അവിടേക്ക് വരികയും മറ്റ് സുപ്രധാന പദവികളിലേക്ക് മറ്റ് ഒരു സംവിധാനത്തിലേക്ക് വരും. കോഴിക്കോട് ഇപ്പോഴും തൂക്കിൽ നിൽക്കുന്നേ ഉള്ളൂ, എത്തിയിട്ടില്ല. കോഴിക്കോട് തൂക്കിൽ നിൽക്കുകയാണ്. 48 വർഷത്തെ ചെഞ്ചുകപ്പ് മണ്ണാണ് തൂക്കിൽ നിൽക്കുന്നത്. ഇതിൽ പരം നാണക്കേട് നിങ്ങൾക്ക് ഉണ്ടാകാനുണ്ടോ? രാഹുൽ രവീന്ദ്രന്റെ വാക്കുകൾ ഞാൻ അംഗീകരിച്ചുകൊണ്ട് കോട്ടകൊത്തളങ്ങളല്ലേ, ഇളകി ആടി തുടങ്ങി. അല്ല, CPM തിരിച്ചു വരും, CPM ശക്തമായി തിരിച്ചു വരും. CPM ഇല്ലാത്ത കേരളത്തെ പറ്റി ഇവിടുത്തെ ജനങ്ങൾക്ക് അതെ ഉറപ്പായും പ്രതിപക്ഷ സ്ഥാനത്ത് CPM ഉണ്ടാകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. 9.5 വർഷം കൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഇലക്ഷൻ വന്ന് റിസൾട്ട് പറഞ്ഞതിന് പകുതി ആകുമ്പോഴത്തേന് വി ഡി സതീശനും കെ സുധാകരനും KC വേണുഗോപാലും ഒക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ് ചർച്ച അവസാനിക്കുമ്പോൾ 2026 UDF വരട്ടെ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി ആരാ? ഞങ്ങൾ ഏകപക്ഷീയമായി തീരുമാനിക്കുന്ന സംഘടനയല്ല കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ മറ്റേ ഒരു ഭരണ സമയം കഴിയുമ്പോൾ, ഒരു ഭരണ 5 വർഷ കാലഘട്ടം കഴിയുമ്പോൾ എല്ലാ മന്ത്രിമാരും മാറിക്കോ, ഞാൻ മാത്രം ഇരിക്കുന്നു എന്ന് പറയുന്ന സംവിധാനം കോൺഗ്രസിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ഉത്തരവും ഇപ്പൊ തരാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യം പറഞ്ഞ മറ്റേ പാപ്പിയപ്പച്ചയുടെ മീമില്ലേ, അതെടുത്ത് പൊടി തട്ടി വെച്ചോ. ഒന്നുമല്ല, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഫലമെന്ന് ശരിക്കും 2026 വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്തെല്ലാം ട്വിസ്റ്റുകളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്കോ കെബിനോ ഹർഷയ്ക്കോ ഈ കാണുന്ന വ്യൂവേഴ്സിനോ ഉണ്ടാകാൻ സാധ്യതയില്ല. അത്രത്തോളം ട്വിസ്റ്റുകൾ ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.